ഹായ് സ്റ്റുഡൻസ്, നമ്മളിത് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ലെറ്റ്സ് പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ. ഈ ചാപ്റ്ററിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതുപോലൊരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു പേജ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു പുതിയ ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്നുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്ക്രൈബസ്. ഈ സ്ക്രൈബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ പേജുകൾ നിർമ്മിച്ച് പ്രിൻ്റ് ചെയ്യുന്നതിനെയാണ് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മാഗസിൻസ്, ബുക്സ്, അതുപോലെ ന്യൂസ് പേപ്പറിൻ്റെ പേജസ് ഒക്കെ ഡിസൈൻ ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്ക്രൈബസ് പോലെ തന്നെ ലാറ്റക്സ്, അഡോബ് ഇൻ ഡിസൈനേഴ്സ്, മൈക്രോസോഫ്റ്റ് പബ്ലിഷർ, ക്വാർക്ക് എക്സ്പ്രസ് ഇവയും DTP സോഫ്റ്റ്വെയറുകളാണ്. ഇനി എങ്ങനെയാണ് ഈ സ്ക്രൈബസ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ഈ ടൈപ്പ് ടു സെർച്ച് എന്നുള്ളിടത്ത് സ്ക്രൈബസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇതാണ് സ്ക്രൈബസ്. ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇതുപോലൊരു വിൻഡോയാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. നമ്മളോട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് സൈസ് A3 ആയിട്ടാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ പേജ്, ആദ്യം തന്നെ ഡോക്യുമെൻ്റ് ലേഔട്ടിൽ സിംഗിൾ പേജ് സെലക്ട് ചെയ്യുക. സൈസ് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് A4 മാറ്റി സൈസ് A3 സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്പർ ഓഫ് പേജസ് 2 കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൈസ് A3 കൊടുക്കുക, നമ്പർ ഓഫ് പേജസ് 2 കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഈ ഏറ്റവും മുകളിൽ ഈ കാണുന്നതിനെയാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഇനി ഈ രണ്ടാമത്തെ ഈ വിൻഡോയിനെ, ഈ ഒരു സെക്ഷനെ പറയുന്നതാണ് മെനു ബാർ. ഇതിനെ പറയുന്നതാണ് ടൂൾ ബാർ. അതുപോലെ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിനെ പറയുന്നതാണ് റൂളർ. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ പറയുന്നതാണ് പ്രോപ്പർട്ടീസ് വിൻഡോ. ഇനി നമ്മൾ ഇവിടെയാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒരു ന്യൂസ് പേപ്പറിൻ്റെ പേജ് നമ്മൾ ഇവിടെയാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു പോർഷന് പറയുന്ന പേരാണ് ക്യാൻവാസ്. ഇനി ഏറ്റവും താഴെ ഇവിടെയായിട്ട് ഈ കാണുന്നതിനെ പറയുന്നതാണ് സ്റ്റാറ്റസ് ബാർ. ഇനി അടുത്തായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി ഈ മേളിൽ ഈ ടൂൾ ബാറിൽ ഷേപ്പ് ടൂളുണ്ട്. ടൂൾ ബാറിൽ ഷേപ്പ് ടൂള് അല്ലെങ്കിൽ കീബോർഡിൽ S പ്രസ് ചെയ്യുക. ഈ ഷേപ്പ് ടൂൾ എടുത്തു. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഡ്രോ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊന്ന് ഡ്രോ ചെയ്തതിന് ശേഷം ഇതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഡ്രോ ചെയ്തതിന് ശേഷം ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. ഡ്രോ ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, പ്രോപ്പർട്ടീസ് എടുക്കുക, അല്ലെങ്കിൽ F2 പ്രസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മളോട് ടെക്സ്റ്റിൽ വേറൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. പ്രോപ്പർട്ടി വിൻഡോ ഓപ്പൺ ചെയ്യാനായിട്ട് വിൻഡോസിൽ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. വിൻഡോസിൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതുപോലൊരു വിൻഡോയാണ് വരുന്നത്. ഇതിനെയാണ് പ്രോപ്പർട്ടീസ് വിൻഡോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മളോട് എക്സ്പോസർ, വൈപ്പോസർ, വിഡ്ത്ത്, ഹൈറ്റ് ഇത്രയും മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്പോസർ, വൈപ്പോസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷനാണ് എക്സ് പൊസിഷനെ, വൈ പൊസിഷനെയാണ് എക്സ്പോസർ, വൈപ്പോസർ എന്ന് പറയുന്നത്. എക്സ്പോസർ എന്നുള്ളത് 14 ആണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. 14 mm. വൈപ്പോസ് 83 mm ആണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. 83 mm. വിഡ്ത്ത് 145. ഹൈറ്റ് എന്നുള്ളത് 28 mm. ഇത്രയാണ് നമ്മളോട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ടെക്സ്റ്റിൽ നോക്കാം. ഇതുപോലെ നമുക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം അതിനൊരു കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു റെഡ് കളറാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇവിടെ കളേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ കളറുകൾ ഉണ്ടായിരിക്കും. നമുക്ക് ഇതിൽ കൂടുതൽ കളറുകൾ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് അതിൽ കളേഴ്സ് ആൻഡ് ഫിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് കളേഴ്സ് ആൻഡ് ഫിൽസ് ഓപ്ഷൻ ഉണ്ട്. അവിടെ മെർജ് കളർ സെറ്റ്, അത് ഇവിടെ വലതുവശത്ത് താഴെയായിട്ട് കാണാൻ സാധിക്കും. മെർജ് കളർ സെറ്റ്, അവിടെ ഈ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓക്സിജൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്സിജൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒത്തിരി കളറുകൾ കാണാൻ സാധിക്കും. ഇത് കണ്ടോ, റെഡിൻ്റെ തന്നെ പല ഷെയ്ഡുകൾ കാണാൻ സാധിക്കും. നമ്മൾ ഇഷ്ടമുള്ളൊരു റെഡ് കളർ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനൊരു സ്ട്രോക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് ആ ടെക്സ്റ്റിൽ ആ സ്ട്രോക്ക് തന്നിട്ടില്ല. നമുക്ക് ആ സ്ട്രോക്കിനെ കളയണം. അതിന് വേണ്ടി നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫില്ലും ഉണ്ട്, സ്ട്രോക്കും ഉണ്ട്. ഈ സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നൺ കൊടുക്കുക. സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നൺ കൊടുക്കുക. അപ്പോൾ ആ സ്ട്രോക്ക് പോയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഈ ഒരു പോർഷനെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോ വരും. ഇതിൻ്റെ പേരാണ് നോട്ട്സ്. പുതിയൊരു വിൻഡോ വരും, നോട്ട്സ്. ഇതിൽ മൂവ് നോട്ട്സ് ഉണ്ട്, ആഡ് നോട്ട്സ് ഉണ്ട്, ഡിലീറ്റ് നോട്ട്സ് ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിതിൽ ആവശ്യമുള്ളത് മൂവ് നോട്ട്സ് ആണ്. മൂവ് നോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പൊസിഷനാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ പൊസിഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ നോഡുകൾ, ഈ സെലക്ട് ആയിട്ടുള്ള നോഡുകളിൽ നമ്മൾ ആ സെലക്ട് ചെയ്തതിന് മാത്രം റെഡ് കളറും ബാക്കി 3 നോട്ട്സിനും ബ്ലൂ കളറുമാണ്. നമുക്ക് എവിടെയാണോ ചേഞ്ചസ് വരുത്തേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു റെഡ് കളർ വന്നിരിക്കും. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ എക്സ് പൊസിഷൻ, ഇതിൻ്റെ ഈ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മളോട് 120 mm ആക്കി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 120 കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ ദേ ഇതുപോലെ ആ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന അതേ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ ഒരെണ്ണം വേണം. അതിനായിട്ട് നമ്മൾ വീണ്ടും ഇത് ഡ്രോ ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഐറ്റം ഉണ്ട്. ഐറ്റത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ട്രാൻസ്ഫോം, ഡ്യൂപ്ലിക്കേറ്റ് ഓർ ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+D പ്രസ് ചെയ്യുക. ഐറ്റം, ഡ്യൂപ്ലിക്കേറ്റ് ഓർ ട്രാൻസ്ഫോം, അതിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ Ctrl+D പ്രസ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ വന്നു. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി വെക്കുന്നു. ഇതിനും കളർ കൊടുക്കണം. ഇതിൻ്റെ കളർ ബ്ലാക്ക് കളറാണ്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക. റൈറ്റ് ക്ലിക്ക്, പ്രോപ്പർട്ടീസ്, എന്നിട്ട് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നു. ഇതിപ്പം സ്ട്രോക്കാണ് സെലക്ട് ആയി കിടക്കുന്നത്. അതുകൊണ്ടാണ് സ്ട്രോക്കിന് ബ്ലാക്ക് കളർ വന്നത്. അപ്പോൾ ഈ സ്ട്രോക്ക് എന്നുള്ളിടത്ത് നമുക്ക് നൺ തന്നെ കൊടുക്കാം. ഫില്ല് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ സ്ട്രോക്കാണ് സെലക്ട് ആയി കിടക്കുന്നതെങ്കിൽ അത് മാറ്റി ഫില്ല് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്ലാക്ക് കളർ കൊടുക്കുക. അപ്പോൾ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. ഈ ഒരു ഷേപ്പിലേക്ക് ആക്കണം. അതിനു വേണ്ടി പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ഇവിടെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഫ്ലിപ്പ് ഹൊറിസോണ്ടലി ഉണ്ട്, ഫ്ലിപ്പ് വെർട്ടിക്കലും ഉണ്ട്. നമ്മൾ ഫ്ലിപ്പ് ഹൊറിസോണ്ടലി ആദ്യം ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ദേ ഇതുപോലെ വന്നു. അതിനുശേഷം വീണ്ടും ഫ്ലിപ്പ് വെർട്ടിക്കലി ക്ലിക്ക് ചെയ്യുക. ദേ ഇപ്പോൾ ഇതുപോലെ വന്നു. എന്നിട്ട് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി
അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരെണ്ണത്തിന് പുറകിലായിട്ട് ഒരു ഷാഡോ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഷാഡോ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇതിലെ ക്ലിക്ക് ചെയ്യുക. ഏതിനാണോ ഷാഡോ കൊടുക്കേണ്ടത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും പ്രോപ്പർട്ടീസ് എടുക്കുക. റൈറ്റ് ക്ലിക്ക്, പ്രോപ്പർട്ടീസ് എടുക്കുക. ഇവിടെ ഡ്രോപ്പ് ഷാഡോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡ്രോപ്പ് ഷാഡോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹാസ് ഡ്രോപ്പ് ഷാഡോ എന്നുള്ളിടത്ത് ഒരു ടിക്ക് കൊടുക്കുക. ഹാസ് ഡ്രോപ്പ് ഷാഡോ എന്നുള്ളിടത്ത് ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ഷാഡോ വന്നിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം സേവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സേവ് ചെയ്യാൻ ഫയൽ, സേവ് ആസ് ഓപ്ഷൻ എടുക്കുക. ഫയൽ, സേവ് ആസ് ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് സ്റ്റുഡൻസ് വർക്ക്സ് 10ൽ name.sla എന്ന പേരിൽ സേവ് ചെയ്യുക. name.sla എന്ന പേരിൽ സേവ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ അക്ഷരം എന്നൊരു ഹെഡിങ് കൊടുക്കണം. അതിനു വേണ്ടി നമുക്ക് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ടെക്സ്റ്റ് ഫ്രെയിം എന്ന ടൂള്. ടെക്സ്റ്റ് ഫ്രെയിം നമുക്ക് എന്ത് കാര്യം ടൈപ്പ് ചെയ്യണമെങ്കിലും നമ്മൾ എടുക്കേണ്ട ഒരു ടൂളാണ് ടെക്സ്റ്റ് ഫ്രെയിം. ഈ ടൂൾ എടുക്കുക. ഇവിടെ ഒന്ന് ഡ്രോ ചെയ്യുക. അതിനുശേഷം ഇതിനകത്ത് ടൈപ്പ് ചെയ്യണം. നമുക്ക് എന്ത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിലും നമുക്ക് ആ ടെക്സ്റ്റിന് ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടന്റ് പ്രോപ്പർട്ടീസ് ആണ് എടുക്കേണ്ടത്. ഇതുവരെ നമ്മൾ കണ്ടത് പ്രോപ്പർട്ടീസ് ആയിരുന്നു. ഇനി കണ്ടന്റിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടതാണ് കണ്ടന്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. കണ്ടന്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. ഇനി അക്ഷരം എന്ന് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ ഇംഗ്ലീഷ് UK എന്നുള്ളത് മാറ്റി അവിടെ മലയാളം സെലക്ട് ചെയ്യുക. മലയാളം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഈ കിടക്കുന്ന ഫോണ്ട് അതൊരു ഇംഗ്ലീഷ് ഫോണ്ടാണ്. നമ്മളത് മാറ്റി മലയാളം ഫോണ്ട് കൊടുക്കുക. ഉറൂബ് എന്നുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ കീബോർഡ് ഇപ്പോൾ ഇംഗ്ലീഷ് കീബോർഡായിട്ടാണ് കിടക്കുന്നത്. അതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് മലയാളം കീബോർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ചെയ്യുക. അക്ഷരം എന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ആദ്യം ഷിഫ്റ്റ് D പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് D എന്നുള്ളതിന് ഷിഫ്റ്റ് D പ്രസ് ചെയ്യുക. എന്നിട്ട് D പ്രസ് ചെയ്യുക. KD. അതിനുശേഷം വീണ്ടും ഷിഫ്റ്റ് കോമ പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് കോമ. അതിനുശേഷം JX. അക്ഷരം എന്ന് നമുക്ക് ടൈപ്പ് ചെയ്താൽ ഇനി നമുക്കിതിൻ്റെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ കളറ് റെഡ് കളറ് വേണം. അതുപോലെ അതിന് ഒരു ഷാഡോ ഉണ്ട്. പിന്നെ അതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കണം. അതിനു വേണ്ടി ഇതിനെ നമ്മളിങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ 12 എന്നുള്ളത് അത് നമുക്ക് സൈസ് ഇങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സൈസ് കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ സൈസ് കൂട്ടി കൊടുക്കുന്നു. അതിനുശേഷം അതിന് കളർ കൊടുക്കണം. ഇത് കണ്ടോ, കളർ ആൻഡ് ഇഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആദ്യത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ളൊരു റെഡ് കളർ സെലക്ട് ചെയ്യുക. ഇനി ഇതിനൊരു ഷാഡോ വേണം. ഷാഡോയ്ക്ക് വേണ്ടി ഏറ്റവും വലതുവശത്ത് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു എസ് പോലൊരു സിമ്പിൾ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് ഷാഡോ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ അക്ഷരം എന്ന് ടൈപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന. ഈ ഒരു പേരാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കാം. ഞാനിവിടെ ഇതേ പേര് തന്നെയാണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി വീണ്ടും നമ്മൾ ഒരു ടെക്സ്റ്റ് ഫ്രെയിം എടുക്കുക.
ടെക്സ്റ്റ് ഫ്രെയിം എടുത്തിട്ട് അതിൽ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. മലയാളം നന്നായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഓരോ ബോക്സുകളായിട്ടാണ് വരുന്നത് അല്ലേ. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ കീബോർഡ് മാറ്റി കൊടുത്തിട്ടില്ല. ഇവിടെ മലയാളം കീബോർഡാണ് കിടക്കുന്നത്. നമ്മളത് മാറ്റി ഇംഗ്ലീഷ് കീബോർഡാക്കി കൊടുക്കുക. ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷ് കീബോർഡ് കൊടുക്കുക, അല്ലെങ്കിൽ മലയാളം കീബോർഡ് കൊടുക്കുക. ഇനി ഇതിൻ്റെ നമുക്ക് സൈസ് വേണമെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കാം. അതിന് വേണ്ടി ഒന്ന് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. റൈറ്റ് ക്ലിക്ക്, കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ്, അതിനുശേഷം സൈസ് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ഇതിനെ നമുക്ക് ഇതിൻ്റെ അടുത്ത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിടാം. അങ്ങനെ നമുക്കിതിനെ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാനായിട്ട് നമുക്കിവിടെ സെലക്ട് ഐറ്റം എന്ന് പറയുന്ന ഈ ടൂൾ എടുത്തിട്ട് നമുക്കിങ്ങനെ മൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി നമ്മൾ ഈ ന്യൂസ് പേപ്പർ എടുത്തു കഴിയുമ്പോൾ ഈ ന്യൂസ് പേപ്പറിൽ ഇതുപോലെ ഈ ബോക്സുകളൊന്നും കാണുന്നില്ല അല്ലേ. പക്ഷെ നമ്മൾ ചെയ്തിരിക്കുന്നതിന് ഈ ബോക്സുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ പ്രിവ്യൂ ഒന്ന് കാണണം. പ്രിവ്യൂ കാണാൻ വേണ്ടി വലതുവശത്ത് മുകളിലായിട്ട് ഇവിടെ ഒരു ആരോ കാണും, അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി വന്ന് കിടപ്പുണ്ടായിരിക്കും ഒരു കണ്ണിൻ്റെ സിമ്പൽ. അതിന് പ്രിവ്യൂ മോഡ് എന്ന് പറയും, അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+Alt+P പ്രസ് ചെയ്താലും മതി. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏകദേശം ആ ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രിവ്യൂ മോഡിൽ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഒന്നും ടൈപ്പ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. അപ്പം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഈ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും അതുപോലെ തന്നെ വന്നു. ഇനി അടുത്തതായിട്ട് 2024 ജൂലൈ 10 ബുധൻ എന്ന് ടൈപ്പ് ചെയ്യണം. അതിനു വേണ്ടി വീണ്ടും നമ്മളൊരു ടെക്സ്റ്റ് ഫ്രെയിം എടുത്തിട്ടു ഇതിലും റൈറ്റ് ക്ലിക്ക് ചെയ്തു, കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് എടുത്തു. കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഈ ഇംഗ്ലീഷ് എന്നുള്ളത് മാറ്റി മലയാളം സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരു മലയാളം ഫോണ്ടും സെലക്ട് ചെയ്യുന്നു. ഓക്കെ. 2024 ജൂലൈ. അടുത്തത് ജൂലൈ. ജൂലൈ എന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഇംഗ്ലീഷ് കീബോർഡ് മാറ്റി മലയാളമാക്കുക. ജൂലൈ. ജൂലൈ എന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ PTNW എന്നാണ് കൊടുക്കേണ്ടത്. PTNW എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ജൂലൈ എന്ന് വരും. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും മലയാളം മാറ്റി ഇംഗ്ലീഷ് ആക്കിയതിന് ശേഷം 10 എന്ന് ടൈപ്പ് ചെയ്യുക. വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്തിട്ട് മലയാളം കീബോർഡ് എടുത്തിട്ട് ബുധൻ എന്ന് ടൈപ്പ് ചെയ്യണം. ബുധൻ എന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി കീബോർഡിൽ YG ഷിഫ്റ്റ് O ഷിഫ്റ്റ് V YG ഷിഫ്റ്റ് O ഷിഫ്റ്റ് V പ്രസ് ചെയ്യുക. ഓക്കെ. ഇത്രയും ചെയ്തതിന് ശേഷം ഇതിന് നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ സ്പേസ് കൊടുക്കണം. ഈ 10 എന്നുള്ളതിൻ്റെ സൈസ് കൂട്ടണം. അതുപോലെ തന്നെ അതിൻ്റെ കളറ് റെഡാക്കി കൊടുക്കണം. അത് തന്നെ നമ്മൾ ഈ 10 എന്നുള്ളതിനെ ഒന്ന് സെലക്ട് ചെയ്തു. അതിൻ്റെ സൈസ് ഒന്ന്
കൂട്ടുന്നു. കളറ് റെഡ് കളർ കൊടുക്കുന്നു. ഇനി ഇതിന് മുഴുവനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സൈസൊക്കെ ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടി മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഫിക്സഡ് ലൈൻ സ്പേസിംഗ് ഉണ്ട്. അവിടെ ഈ ലൈൻ സ്പേസിംഗ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ലൈനിനൊക്കെ ഇടയ്ക്ക് സ്പേസുകളൊക്കെ വരും. അതുപോലെ തന്നെ ഇത് ഈ 10 എന്നൊക്കെ ഉള്ളത് ഒരു സെൻറ്ററിലായി ഒരു സൈഡിലായി കിടക്കുന്നത് സെൻറ്ററിലാക്കാൻ വേണ്ടി നമുക്കിവിടെ അലൈൻ ടെക്സ്റ്റ് സെൻറ്റർ കൊടുക്കുക. പിന്നെ ഈ 10 എന്നുള്ളതിൻ്റെ സൈസ് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ കൊടുക്കുക. അടുത്തത് ഇവിടെ ഒരു ലൈൻ വേണം. ഇവിടെ ഒരു ലൈൻ വേണം. ഇവിടെ ഒരു ലൈൻ വേണം. ഇവിടെയും ഒരു ലൈൻ വേണം. ഈ ലൈൻ കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ലൈൻ ടൂൾ ഉണ്ട്. ഈ ലൈൻ ടൂൾ എടുത്തിട്ട് കീബോർഡിലെ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് വരച്ചാൽ അത് നമുക്ക് ഒരേ സ്ട്രെയിറ്റ് ലൈൻ പോലെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരച്ചാൽ മതി. ഇതിൻ്റെ വേണ്ടി നമുക്കിങ്ങനെ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാം. അതുപോലെ ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതുപോലെ ഒരു ലൈൻ ഈ സൈഡിലും ഉണ്ട്. അതിനു വേണ്ടി നമ്മൾ ലൈൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെയും ഒരു ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം ഈ താഴെയായിട്ട് 2 ലൈനുണ്ട്. അതും അതുപോലെ തന്നെ ലൈൻ ടൂൾ എടുത്തു കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് വരച്ചു. വീണ്ടും ലൈൻ ടൂൾ എടുത്തു കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെയും വരച്ചു. ഇനി ഇതിനുള്ളിലായിട്ട് നമ്മളോട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. www.aksharam.com എന്ന് ടൈപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ടെക്സ്റ്റ് ഫ്രെയിം എടുത്ത് വെക്കുക. ടെക്സ്റ്റ് ഫ്രെയിം എടുത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ കണ്ടൻറ്റ് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇംഗ്ലീഷ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ കീബോർഡ് മലയാളം മാറ്റി ഇംഗ്ലീഷ് ആക്കി കൊടുക്കുക. ഇതിൻ്റെ സൈസ് ചെറുതാക്കി കൊടുക്കുക. aksharam.com. പിന്നെ അടുത്തത് ഇമെയിലാണ്. ഇമെയിൽ aksharamnews@gmail.com.
ഈ ഒരു രീതിയിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വലതുവശത്തുണ്ട് സ്കൂൾ ന്യൂസ് പേപ്പർ എന്ന് ടൈപ്പ് ചെയ്യണം. ഇതും അതുപോലെ തന്നെ വീണ്ടും ഒരു ടെക്സ്റ്റ് ഫ്രെയിം എടുത്തിടുക. സ്കൂൾ ന്യൂസ് പേപ്പർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇതിൻ്റെ നമുക്ക് കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. കണ്ടൻറ്റ് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ നീക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലൊരു QR കോഡ് എടുത്തിടണം. അടുത്തത് QR കോഡ് എടുത്തിടാൻ വേണ്ടി ഇവിടെ ഒരു ടൂൾ ഉണ്ട്, ബാർകോഡ് എന്നൊരു ടൂൾ ഉണ്ട്. ബാർകോഡ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസേർട്ട് ബാർകോഡ് എന്ന് പറഞ്ഞൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ ബാർകോഡ് ഫാമിലി എന്നുള്ളിടത്ത് 2 ഡയമെൻഷൻ സിമ്പിൾ സെലക്ട് ചെയ്യുക. 2 ഡയമെൻഷൻ സിമ്പിൾ ബാർകോഡ് ഫാമിലി 2 ഡയമെൻഷൻ സിമ്പിൾസ് സെലക്ട് ചെയ്യുക. അടുത്തത് ബാർകോഡ് എന്നുള്ളിടത്ത് QR കോഡ് സെലക്ട് ചെയ്യുക. ബാർകോഡ് എന്നുള്ളിടത്ത് QR കോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ കണ്ടൻസ് എന്നുള്ളിടത്ത് നമുക്കിവിടെ http://schoolwiki.in ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. http://schoolwiki.in ടൈപ്പ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ എടുത്തു കഴിയുമ്പോൾ ഇതുപോലൊരു ഐക്കൺ വരും. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരിക. ഓക്കെ, ഏകദേശം ഈ ഒരു രീതിയിലായി. നമുക്കിതിൻ്റെ പ്രിവ്യൂ കാണണം. പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പ്രിവ്യൂ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അക്ഷരം ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സെൻറ്ററിലേക്ക് ആക്കാം. അതിന് വേണ്ടി വീണ്ടും നമ്മൾ ഈ പ്രിവ്യൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, വീണ്ടും പ്രിവ്യൂ നോക്കുക. ഈ ഒരു രീതിയിൽ ചെയ്യുക.